കാസർഗോഡ് കൊളത്തൂരിനെ വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ റെമോ. 7 മാസം മുൻപാണ് വനംവകുപ്പ് നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തിയ പുലിയെ കൂടുവെച്ച് പിടികൂടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആൺപുലി. കൊളത്തൂർ ഗ്രാമത്തെ 1.5 വർഷത്തോളം വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന റെമോ. കെണിയിൽ കുരുങ്ങി പരിക്കേറ്റതിനെ തുടർന്ന് സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പുള്ളിപ്പുലി. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് പുലിയെ പാർക്കിലേക്ക് മാറ്റിയത്. പാർക്കിലെ 3 പുലികളിലൊന്നാണ് കൊളത്തൂരിൽ നിന്ന് കൊണ്ടുപോയ ഈ ആൺപുലി. കഴിഞ്ഞ മാർച്ച് 26-ന് ബേഡെടുക്ക പഞ്ചായത്തിലെ കൊളത്തൂർ ആവലുങ്കാലിൽ നിന്നാണ് വനം വകുപ്പ് കൂടുവെച്ച് പുലിയെ പിടികൂടിയത്. ഫെബ്രുവരി 5-ന് കൊളത്തൂർ മടന്തക്കോട് മാളത്തിൽ മുള്ളൻ പന്നിക്ക് വെച്ച കെണിയുടെ ഇരുമ്പ് കേബിളിൽ കുടുങ്ങി മുൻഭാഗത്തെ വലതുകാലിന് പരിക്കേറ്റിരുന്നു. അന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ മുഖത്തും സാരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് പിടിയിലായ പുലിയെ വനം വകുപ്പ് ചീഫ് കൺസർവേറ്ററുടെ അനുമതി വാങ്ങിയാണ് സുവോളജിക്കൽ പാർക്കിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം കഴിഞ്ഞ 7 മാസമായി പുലി സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിലാണ്. പരിക്ക് പൂർണ്ണമായും ഭേദമായതിനെ തുടർന്ന് അധികൃതർ തന്നെയാണ് ഇവന് റെമോ എന്ന പേരിട്ടത്. സ്വന്തം വാൽ കടിച്ചു മുറിച്ച് തുടക്കത്തിൽ റെമോ അക്രമാസക്തനായിരുന്നു. എന്നാൽ നല്ല അനുസരണയുള്ള കുട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ റെമോ. പുലിക്ക് ഏകദേശം 6 വയസ്സ് പ്രായമുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. വയനാട്ടിൽ നിന്ന് എത്തിച്ച ഒരു പുലിയും തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റിയ പുലിയുമാണ് പാർക്കിൽ വേറെയുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.